സഹാറ മരുഭൂമി. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ചുട്ടുപഴുത്ത മണൽക്കാടുകൾ, അസഹനീയമായ ചൂട്, ഒരൊറ്റ തുള്ളി വെള്ളത്തിനായി ദാഹിക്കുന്ന ജീവികൾ, അല്ലേ? എന്നാൽ ഈ ചിത്രങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു അത്ഭുത സംഭവം ഈ അടുത്ത കാലത്തായി അവിടെ നടന്നു. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ ഈ മരുഭൂമി വെളുത്ത മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടു. അതെ, സഹാറയിൽ മഞ്ഞ് വീണ് എങ്ങനെ സംഭവിച്ചു? പ്രകൃതിയുടെ ഈ അപൂർവ പ്രതിഭാസത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്വേഷിക്കുന്നത് സഹാറയിലെ ഈ മഞ്ഞ് അത്ഭുതത്തെക്കുറിച്ചാണ്. സഹാറ മരുഭൂമി എത്ര വലുതാണെന്ന് അറിയാമോ? അമേരിക്കയുടെ അത്രയും വലിപ്പമുണ്ട് ഈ മണൽക്കാടിന്. ഇതിൽ അൾജീരിയ എന്ന രാജ്യത്തുള്ള ഐൻ സെഫ്ര എന്ന സ്ഥലത്താണ് ഈ അത്ഭുത മഞ്ഞുവീഴ്ച പ്രധാനമായും റിപ്പോർട്ട് ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അറ്റ്ലസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത്. സാധാരണയായി ഇവിടെ വേനൽക്കാലത്ത് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ വർഷം അവിടുത്തെ താപനില പെട്ടെന്ന് 0 താഴെ -2 ഡിഗ്രിയിലേക്ക് പതിച്ചു. ചൂടുള്ള മരുഭൂമിയിൽ മഞ്ഞ് വീഴാൻ 2 കാര്യങ്ങൾ നിർബന്ധമാണ്: അതിശക്തമായ തണുപ്പും വായുവിൽ ഈർപ്പവും. സഹാറയിൽ രാത്രിയിൽ തണുപ്പ് കൂടുമെങ്കിലും വായു തീരെ വരണ്ടതായതുകൊണ്ട് മഞ്ഞുണ്ടാകാറില്ല. എന്നാൽ ഇത്തവണ സംഭവിച്ചത് മറ്റൊന്നാണ്. യൂറോപ്പിൽ നിന്നുള്ള അതിശക്തമായ ഒരു ശീതതരംഗം മെഡിറ്ററേനിയൻ കടൽ കടന്ന് സഹാറയുടെ വടക്കൻ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഈ തണുത്ത വായു അവിടുത്തെ അറ്റ്ലസ് പർവ്വതങ്ങളിൽ തട്ടി മുകളിലേക്ക് ഉയരുകയും അവിടെ ഉണ്ടായിരുന്ന ചെറിയ തോതിലുള്ള ഈർപ്പവുമായി ചേർന്ന് മഞ്ഞായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് മണൽക്കുന്നുകൾക്ക് മുകളിൽ മഞ്ഞിന്റെ വെളുത്ത പുതപ്പ് രൂപപ്പെട്ടത്. ഇത് അപൂർവമാണെങ്കിലും ശാസ്ത്രീയമായി അസാധ്യമല്ല.